അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ കഴിഞ്ഞ ബൈത്തിലെ ഫറസ്ദക്ക് ജരീറിനെ ആക്ഷേപിച്ചുകൊണ്ട് പാടിയ പാട്ടാണ് നമ്മൾ പരിശോധിച്ചത്. ഇന്ന് ജരീർ ഫറസ്ദക്കിന് ആ കവിതയ്ക്ക് എങ്ങനെയാണ് മറുപടി നൽകിയത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് നഖായിദിൽപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ബഹറും അതുപോലെ കാഫിയും ഒക്കെ സെയിം ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കിതാബിലേക്ക് നോക്കി. الذي سمك السماء مجاشعا وبنى بناءك بالحضيض الأسفل. ഫറസ്ദക്ക് എന്താ പറഞ്ഞത്? ആകാശത്തെ ഉയർത്തിപ്പടച്ച അള്ളാഹു തന്നെ ഞങ്ങൾക്ക് നല്ല ഇസ്സത്തുള്ള ഒരു വീട് തന്നു എന്നല്ല. അതിന് മറുപടി ജരീർ കൊടുത്തത് നോക്കി നിങ്ങള്. അഹ്സല്ലദീ സമക്കസ്സമാ, ആകാശത്തെ ഉയർത്തിപ്പടച്ച അള്ളാഹു നിന്ദ്യമാക്കിയിരിക്കുന്നു. മുജാഷിനെ നിന്ദ്യനാക്കിയിരിക്കുന്നു. അന്റെ ഇസ്സത്തുള്ള വീട് എന്നൊക്കെ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ആ വീടിനെ അള്ളാഹു നിർമ്മിച്ചത് ബിൽ ഹലീലി അൽ അസ്ഫലി, താഴ്ന്ന പാതാളത്തിലാണ് എന്നാണ്. ബൈത്തൻ, എങ്ങനത്തെ വീടാണ്? എന്റെ വീട് പിന്നെ അതില് എന്റെ വല്യപ്പന്മാരൊക്കെ മുട്ടുകുത്തിയിരിക്കാണ്, വളരെ അന്തസ് നിൽക്കാന്നൊക്കെയല്ല പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ ബൈത്തൻ, നിങ്ങൾക്ക് അള്ളാഹു നിർമ്മിച്ചു തന്നിരിക്കുന്നത് ഒരു വീടിനെയാണ്. യുഹമ്മിമു ഖൈനുക്കും, നിങ്ങളുടെ അടിമപ്പെണ്ണ് അതിനെ പുകപ്പിക്കുന്നു. ബിഫിനാഇഹി, ആ വീടിനെ മുറ്റത്ത് പുകപ്പിക്കുന്നു എന്ന് പറഞ്ഞാല് നിങ്ങളെ കാലങ്ങളായിട്ടുള്ള നിങ്ങളുടെ പ്രപിതാക്കളുടെ ജോലിയൊക്കെ എന്തായിരുന്നു? ഉലയിൽ ഊതലായിരുന്നു. ആ ഉലയിൽ ഊതുമ്പോ എന്തേക്കാരം? ആകെ കരിയായിരിക്കും. അപ്പൊ നിങ്ങളുടെ അടിമപ്പെണ്ണ് അവിടെ കറുപ്പ് നിറം പൂശുകയാണ്. യുഹമ്മിമു ഖൈനുക്കും ബിഫിനാഇഹി ദനിസൻ മഖാഇദുഹു, ആ കൈനിന്റെ ഇരിപ്പിടങ്ങളൊക്കെ ആകെ ചളി പുരണ്ടതാണ്. ഖബീസൽ മദ്ഖലി, അങ്ങോട്ടുള്ള എൻട്രൻസ് എന്താണ്? വളരെ മോശമായതുമാണ്. കേറുമ്പോഴത്തെ ആകെ ചളിയാണ് എന്നാ പറയുന്നത്. ഉണ്ടാക്കിയിരിക്കുന്നത് അതല്ല ബൈത്തിയുബ്തന, ഉണ്ടാകാൻ പറ്റുന്ന വീടുകളിൽ വെച്ച് ഏറ്റവും ദലീലായ വീടിനെയാണ്. ഫഹദംതു ബൈതകും, ഞാൻ നിങ്ങളുടെ വീടിനെ പൊളിച്ചിരിക്കുന്നു. ബിമിസ്ലൈ യദ്ബുലി, യദ്ബുൽ പർവ്വതത്തിന്റെ രണ്ടെണ്ണം പോലത്തത് എന്ന് പറഞ്ഞാൽ എന്റെ വീട് യദ്ബുൽ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മലയാണ്. അതിന്റെ രണ്ട് വലുപ്പമുള്ള വലിയൊരു വീട് കൊണ്ട് നിങ്ങളുടെ വീടിനെ ഞാൻ പൊളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് വളരെ ദുർബലമാണ്, ഇസ്സത്തില്ലാത്തതാണ്. ഞങ്ങളുടെ വീടാണ് നല്ല ഇസ്സത്തുള്ളത്. തീർച്ചയായും എനിക്ക് നിർമ്മിച്ചു നൽകിയിരിക്കുന്നു എന്റെ വീടിനെ. അവലി ഫിൽ മക്കാരിമി, എന്റെ പ്രപിതാക്കന്മാരായ ആളുകള്. ഫിൽ മക്കാരിമി നമുക്ക് എങ്ങനെ അർത്ഥം വെക്കാൻ പറ്റും? വീടിനെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ നന്മകളിലാണ്. അപ്പൊ ഇന്നി ബനാലിയ അവലി ഫിൽ മക്കാരിമി, എന്റെ പ്രപിതാക്കന്മാരായ ആളുകൾ എന്റെ വീടിനെ വല്ല സൽക്രമങ്ങളിലാണ് എന്റെ വീടിനെ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. എന്നാ നേരെ മറിച്ച് എന്റെ വീടെന്താ? അനക്കാ നേരത്തെ പണി എന്നറിയോ? എന്റെ ഉലയിലിങ്ങനെ ഊതായിരുന്നു. അവലി, നിങ്ങളുടെ ആദ്യകാലത്ത് എന്ന് പറഞ്ഞാല് ജരീറെ ഫറസ്ദക്കിനോട് പറയുന്നത് നീ ഊതി എന്നല്ല, അവരുടെ കുടുംബ ജോലി തന്നെ ഉലയിൽ ഊതലായിരുന്നു. അപ്പൊ ആദ്യകാലം മുതലേ നിങ്ങളുടെ ജോലി എന്താണ്? ഉലയിൽ ഊതലായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇതെന്താ പറഞ്ഞത്? എന്റെ വീട്ടില് എന്റെ മുജാഷ്, എന്റെ സുറാറത്ത് ഒക്കെ മുട്ട് കെട്ടി അന്തസ്സോടെ ഇരിക്കാന്നല്ലേ. എന്നാ എന്റെ മുട്ടുകെട്ടിനെ പറ്റിയൊരു കാര്യം പറഞ്ഞുതരാം. കൊല്ലപ്പെട്ടു. ആ നേരത്തെ അനക്കും എന്റെ ഉപ്പാപ്പ കേൾക്കേ മുട്ട് കെട്ടിയിരിക്കുന്നു. എന്റെ മുട്ടുകെട്ടലിന്റെ നാശം. എങ്ങനത്തെ മുട്ടുകെട്ടലാണ്? അല്ലത്തി ലം തുഹ്ലലി, അത് ഊരപ്പെട്ടിട്ടില്ല.
എന്തൊക്കെ പണിയെന്ന് വെച്ചാല് നിങ്ങളുടെ അയൽവാസിയായ നിങ്ങളുടെ കുടുംബത്തിന്റെ അയൽവാസിയായ സുബൈർ ഇബ്നുൽ അവ്വാം ആക്രമിക്കപ്പെട്ടപ്പോ അദ്ദേഹത്തിനെ സഹായിക്കാൻ നിങ്ങൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ ആ നേരത്തും വലിയ ഇസ്സത്ത് എന്ന് പറഞ്ഞ് മുട്ടും കെട്ടിയിരിക്കല്ലേ, അത് ഊരാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. അതാ തബ്ബൽ ഹബ്വതികല്ലതി ലം തുഹ്ലലി വഫാക ഖദറുക ബിസ്സുബൈരി അലാ മിന. മിനയിലായിരിക്കെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളുടെ ഗോത്രം ചതിച്ച വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? അല്ലെ, സഹായിക്കാൻ നിങ്ങൾ ആരുണ്ടായിരുന്നില്ലല്ലോ. ഹർമലിൽ വെച്ച് നിന്റെ സഹോദരി ജഅ്സനിനെ വലിച്ചു കൊണ്ടുപോയി വരും നിനക്ക് കിട്ടിയിട്ടില്ലേ? വാഫാക്ക മജറു ജഅ്സനിക്കും ബിദാത്തിൽ ഹർമലി. ദാത്തുൽ ഹർമൽ എന്ന സ്ഥലത്ത് വെച്ച് നിന്റെ സഹോദരിയായ ജഅ്സനെ വലിച്ചു കൊണ്ടുപോയത് നിനക്കറിയില്ലേ? ഇവിടെ ഒരു കഥയുണ്ട്. കഥ നമ്മുടെ കിതാബിന്റെ അടിഭാഗത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പിന്നെ ഫറസ്ദക്കിന്റെ പേരെന്താണ്? ഹുമാം ബിൻ ഗാലിബ്. ഇവിടെ നോക്കി നിങ്ങള്, ഇതാ ജഅ്സന്റെ പേര് ജഅ്സൻ ബിൻ ഗാലിബിൻ, അല്ല ജഅ്സൻ ബിൻത് ഗാലിബ് എന്നാണ്. ഈ ഗാലിബ് എന്ന് പറയുന്ന ഇവരുടെ ഉപ്പ പിന്നെ തലബത്ത് ബിൻ ഖൈസ് ബിൻ ആസിം എന്ന് പറയുന്ന ആളുടെ സ്ഥലത്ത് അയൽവാസിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലംയാ എന്ന് പറയുന്ന ഒരു മോളുണ്ടായിരുന്നു. ആർക്ക്? തലബത്തിന്. അപ്പൊ ഈ ലംയാ എന്ന് പറയുന്ന മകളും ഈ പിന്നെ ഫറസ്ദക്കിന്റെ സഹോദരിയായ ജഅ്സനും തമ്മിൽ ചങ്ങാഴ്ചയാണ്, ഒരു തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഫറസ്ദക്കിന് എന്തായി, നമ്മളെ ലംയാന്റെ സംസാരമൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം ഫറസ്ദക്കിന്റെ സഹോദരി ജഅ്സൻ എന്തോ ജോലിയിലായിരിക്കെ പിന്നെ നമ്മുടെ ലംയാനെ വിളിക്കാൻ വേണ്ടി ജഅ്സൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ചങ്ങലയാണ് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി. ആ സമയത്ത് എന്തായി, ഇത് കേട്ടപ്പാട് ലംയാ വന്നു നോക്കിയപ്പോ ഇവിടെ ഉള്ളത് ആരല്ല, ജഅ്സനല്ല, മറിച്ച് ഫറസ്ദക്കാണ്. അപ്പത്തിനോട് ഒച്ചുണ്ടാക്കി ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി. അങ്ങനെ എല്ലാരും കൂടി ജഅ്സനെ അവിടുന്ന് പുറത്താക്കി. ആ കഥയിലേക്കാണ്, വലിച്ചു കൊണ്ടുപോയ കഥയിലേക്കാണ് ഇവിടെ ഈ വരിയിൽ സൂചിപ്പിക്കുന്നത്. أحلامنا تزين الجبال رزانة ويفوق جاهلنا فعل الجهل. പിന്നെ നിങ്ങൾക്ക് നല്ല വിവേകം ഉണ്ടെന്നല്ല പറഞ്ഞത്. അതേമാതിരി ഞങ്ങൾക്കുണ്ട് വിവേകം. അഹ്ലാമുനാ തസിനുൽ ജിബാല, ഞങ്ങളുടെ വിവേകവും മലയോളം തൂക്കമുള്ളതാണ്. റസാനത്തൻ, ഗാംഭീര്യത്താല്. പിന്നെ ഞങ്ങൾക്ക് അവിവേകം കാണിക്കാൻ കഴിയും. നിങ്ങളുടെ അവിവേകമുണ്ടോ, അതിൽ ഡബിൾ ഡോസിൽ ഞങ്ങൾക്കും അവിവേകം കാണിക്കാൻ കഴിയും. ജാഹിലിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കാൾ മറികടക്കുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ജാഹിലിങ്ങൾക്കും ചെയ്യാൻ കഴിയും എന്നർത്ഥം. ഇനി ഈ രണ്ട് വരികൾ ഇപ്പൊ രണ്ടാളും ഫറസ്ദഖ് പാടി, അതിനെ എതിർത്തുകൊണ്ട് ജരീർ പാടി, അഖ്തല് വിധി കൽപ്പിക്കാൻ നിൽക്കാണ്. ഇവിടെ രസകരമായ ഒരു സംഭവം പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അഖ്തല് ഇവർ തമ്മിലുള്ള ഈ ക്ലാഷ് കേട്ടപ്പോ തന്റെ മകൻ മാലിക്കിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു എന്നാണ്. മാലിക്കിനെ പറഞ്ഞയച്ചു കണ്ട് പറഞ്ഞു, ഇത് പോയിട്ട് നോക്ക്, ആരുടെ കവിതയാണ്, ഫറസ്ദഖിന്റെ വരിയാണോ ജരീറിന്റെ വരിയാണോ ഏറ്റവും മനോഹരമായത്? അങ്ങനെ മാലിക് എന്ന് പറയുന്ന ആള് പോയി, മകൻ പോയി. അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാല്, അൽ ഫറസ്ദഖു യൻഹതു മിൻ സുഹ്രിൻ, അൽ ഫറസ്ദഖു യൻഹതു മിൻ സുഹ്രിൻ എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. എന്തായാലും അർത്ഥം, ഫറസ്ദഖ് ഒരു മലയിൽ നിന്ന് കൊത്തിയടിച്ചുണ്ടാക്കുന്നത് പോലെയാണ് പാടുന്നത്. നേരെ മറിച്ച് ജരീർ കടലിൽ നിന്ന് കോരിയെടുക്കുന്ന മാർക്കാണ്. അപ്പൊ എന്തായി, ഇത് കേട്ടപാട് അഖ്തൽ വിധി എഴുതിയത് ഈ രണ്ടുപേരുടെയും കൂട്ടത്തില് കടലിൽ നിന്ന് കോരിയെടുക്കുന്ന പോലെ ആരാണോ പാടുന്നത് അവനാണ് ഏറ്റവും നല്ല കവി എന്നാണ്. അപ്പൊ ആദ്യം എന്തായി, അഖ്തല് ആദ്യം ജരീറിന് സപ്പോർട്ടായിട്ടാണ് വിധി എഴുതുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അഖ്തല് അന്നത്തെ ബസറയുടെയും കൂഫയുടെയും ഒക്കെ അമീറായിരുന്ന ബിശ്ർ ബിൻ മർവാന്റെ അടുത്തേക്ക് പോയി. ഇതാ നിങ്ങൾ കാണുന്നുണ്ടാകും, ബിശ്ർ ബിൻ മർവാന്റെ അടുത്തേക്ക് പോയി, അന്നത്തെ അമീറാണ്. അപ്പൊ ബിശ്ർ ബിൻ മർവാന്റെ അടുത്ത് അഖ്തല് പോയ വിവരം ആരറിഞ്ഞു? ഫറസ്ദഖിന്റെ കുടുംബക്കാരനായ മുഹമ്മദ് ബിൻ ഹാജിബ് ബിൻ സുറാറ, അല്ലെ, നേരത്തെ സുറാറിന് പറഞ്ഞിരുന്നു. ഇദ്ദേഹം അറിഞ്ഞു. എന്നിട്ട് എന്തായി, അഖ്തലിന് കുറച്ച് ഹദിയൊക്കെ ആക്കിയിട്ട് കുറെ ഡ്രസ്സും സാധനങ്ങളും
കൂട്ടത്തില് 1000 ദിർഹമൊക്കെ ആയിട്ട് അഫ്തലിന്റെ അടുത്തൊക്കെ പോയിക്കാണ്ട് പറഞ്ഞു, ഞങ്ങളെ ഫർസഖിനെ കുറ്റപ്പെടുത്തിക്കാണ് നിങ്ങൾ പറയരുത്, ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനം തരാം, നിങ്ങൾ ജരീറിനെ ആക്ഷേപിച്ചുകൊണ്ട് കവിത പാടണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കവിത നമ്മുടെ കിതാബിനുള്ള വരി പാടുന്നത്. എന്താ എന്നിട്ട് എന്തായി മുപ്പര് വിരിക്കണത് ജരീർ എന്നാണ്. അപ്പൊ ആദ്യം ശരിക്കും ജരീറിനെയാണ് പ്രകീർത്തിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ എന്തായി അഴിമതി രിഷ്വ കാണിച്ചപ്പോഴാണ് ഫറസ്തക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഫ്സൽ പാടുന്നത്. നോക്കി ആ വരി എന്താ നോക്കി. أجرير إنك والذي تسمو له كأسيفة فغرت بحج حصاني عملت لربتها فلما عليت نسلت تعارضها مع الركبان. أجرير ഇന്നൊക്കെ തീർച്ചയായും നീ വല്ലതി തസ്മുലഹു, പിന്നെ ഒന്നും തസ്മുലഹു, ആ ഒന്നിന്റെ പേര് വെച്ച് ഇങ്ങനെ ഉന്നതി പറയുന്നുണ്ടല്ലോ, ആ ഒന്നും എന്ന് പറഞ്ഞാൽ വീട്. അത് എങ്ങനെയെന്നറിയോ, അസീഫത്തിൻ പറഞ്ഞാൽ ഒരു അടിമപ്പെണ്ണിനെ പോലെയാണ് ഫഹറത്തോട് അഹങ്കരിക്കുന്നത്. ഹസ്വാൻ എന്ന് പറഞ്ഞാ പിന്നെ ചാരിത്ര ശുദ്ധിയുള്ള സ്വതന്ത്രയായ പെണ്ണ് എന്നാണ്. ഹിദിജ് എന്ന് പറഞ്ഞാല് പിന്നെ അവരുടെ ഒട്ടകക്കട്ടിൽ സ്ത്രീകള്, പിന്നെ സ്ത്രീകളുടെ മർക്കബ് എന്ന് പറയാം. അപ്പോ ഒരു സ്വതന്ത്രയായ പെണ്ണിന്റെ ഒരു മർക്കബ്, ഒരു വാഹനത്തിന്റെ പുറത്ത് സ്ത്രീകളെ ചുമക്കാനായിട്ട് ഒരു കൊട്ട ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കൊട്ട കൊണ്ട് ആ പെണ്ണിന്റെ അടിമപ്പെണ്ണ് അഹങ്കരിക്കുന്നത് പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അടിമപ്പെണ്ണിന്റെ വണ്ടിയാണോ? അല്ല. പിന്നെ ആരുതാ? ആ അടിമപ്പെണ്ണിന്റെ ഉടമയുടെ വണ്ടിയാണ്. പക്ഷെ ആ ഉടമയുടെ വണ്ടി കണ്ടിട്ട് അതില് അടിമപ്പെണ്ണും അഹങ്കരിക്കുന്നത് പോലെയാണ്. അമിനത്തില് റബ്ബത്തിഹ, ഈ അടിമപ്പെണ്ണ് അസീഫത്തതായി പണിയെടുത്തല്ലോ, റബ്ബത്തിഹ തന്റെ ഉടമസ്ഥയായ ഈ ഉടമപ്പെണ്ണിന് പണിയെടുത്തു. അങ്ങനെ പരമ്മ ഊലിയത്ത് അവളുടെ വാഹനം ഉയർത്തപ്പെട്ടപ്പോൾ നസലത്ത് ഈ അടിമപ്പെണ്ണും ഉളരി, അവളുടെ കൂടെ പോകുന്നതായിട്ട്, ഉടമപ്പെണ്ണിന്റെ കൂടെ പോകുന്നവളായിട്ട് ആരുടെ കൂടെ? റൂക്കുബാനി, മറ്റു യാത്രാസംഘങ്ങളോട് കൂടെ. അപ്പൊ ശരിക്കും ആരതാണ്? ഉടമപ്പെണ്ണിൻ്റെതാണ്. ഉടമപ്പെണ്ണിന് വാഹനം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ആ വാഹനം എന്തായി ഉയർത്തപ്പെട്ടപ്പോ, ആ വാഹനം ഇങ്ങനെ ചുമക്കപ്പെട്ടപ്പോ എന്തായി? ഈ അടിമപ്പെണ്ണും കൂടെ എന്തായി? ചുമന്നു പോയി. എന്നിട്ട് ഇങ്ങനെ അഹങ്കരിക്കുക. അതേമാർക്കാണ് ഇജ്ജ് പണിയെടുക്കുന്നത്. അനക്ക് ഇതിൽ യാതൊരു ക്രെഡിറ്റും ഇല്ല. അന്റെ പ്രപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നല്ലാതെ അനക്ക് എന്ത് പിന്നെ അവകാശമാണ് ഇതിൽ അഹങ്കരിക്കാനുള്ളത്. നീ നന്മയായിട്ട് എണ്ണുകയാണോ? ശരിക്കും യഥാർത്ഥത്തിൽ അതിന്റെ അഹങ്കാരം നിനക്കല്ല, നിന്റെ പ്രപിതാക്കൾക്കുള്ളതാണ്. എന്നിട്ട് അത് വെച്ച് കണ്ടിച്ച് ഇങ്ങനെ അഹങ്കാരം പറയുകയാണോ? ആ മഹ്സറത്തിന്റെ പ്രകീർത്തനമാകുന്നത് ഫി സാലിഫിൽ അസ്മാനി, പണ്ട് കാലത്ത് അതുകൊണ്ട് വലിയ ഔന്നത്യം ഉണ്ടായിരിക്കാം. പക്ഷെ അത് എന്റേതല്ലേനു എന്ന പണ്ട് കാലത്ത് ഉള്ളതാണ്. അതിൽ എനിക്കൊന്നും യാതൊരു അഹങ്കരിക്കാനുള്ള സ്കോപ്പും ഇല്ല. താജുൽ മുലൂക്കി വഫഖ്റുഹും ഫീ ദാരിമി, രാജാക്കന്മാരുടെ കിരീടമാകുന്നത് വഫഖ്റുഹും അഹങ്കാരമാകുന്നത് ഫീ ദാരിമി, ദാരിമി ഗോത്രത്തിലാണ്. ദാരിമൻ ആരോ ഗോത്ര? ഫറസ്തഖിന്റെ ഗോത്രല്ലേ? ഫറസ്തഖിന്റെ ഗോത്രത്തിലാണ് രാജാക്കന്മാരുടെ സിംഹാസനവും അഹങ്കാരവും ഒക്കെ ഉള്ളത്. ആ നേരത്ത് നിങ്ങളുടെ ഗോത്രമായ റുബോയികൾക്ക് എന്തെങ്കിലും പണി എന്ന് ജരീറെ റുബോയികള് ആകുന്ന ദിവസങ്ങളിൽ നിന്ന് മിനർ റൊയാനി, കേവലം പ്രജകളായി ഈ രാജാക്കന്മാരുടെ കീഴിൽ ഇങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് ആ സിംഹാസനവും പിന്നെ കിരീടവും ഒക്കെ ദാരിം ഗോത്രത്തിലായിരുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ശുക്രൻ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.